ഒരുപാട് സ്ട്രോബെറീസ്. തണുപ്പാണ്. എങ്ങനെങ്കിലും സ്ട്രോബെറി എടുക്കുന്നതിന് ഫോട്ടോ എടുക്കണം. ഞാൻ അതാണ് ഇങ്ങനെ നോക്കൊണ്ട് നടക്കുന്നത്. താങ്ക് യു. എന്നോടെ കൊണ്ടുപോവാ മനുഷ്യ. പുറത്തുനിന്ന് ആൾക്കാർക്ക് ഒന്ന് സ്ഥലം മേടിക്കാൻ പറ്റുമോ? സെന്റിനൊക്കെ എങ്ങനെയാവല? താങ്ക് യു. ഹലോ മക്കൾസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ? അപ്പം ഞങ്ങൾ മൂന്നാർ പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ യൂട്യൂബിൽ ഇപ്പോൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ മൂന്നാർ ചെന്നു, അതുപോലെ തേയിലത്തോട്ടത്തിലിറങ്ങി, ഇരവികുളം നാഷണൽ പാർക്കിൽ പോയി ആൾക്കാരൊക്കെ തേയില നുള്ളുന്ന കണ്ട് നേരെ ഞങ്ങൾ വട്ടവട പോകുന്നവരെയായിരുന്നു ലാസ്റ്റ് നമ്മുടെ വ്ളോഗിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ വട്ടവട പോകുന്ന ഫോറസ്റ്റ് റൂട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ വ്ളോഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കാണാത്തവർ കണ്ടേക്കണേ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ ദാണ്ട വട്ടവട എത്തിയിട്ടുണ്ട്. വട്ടവട എത്തിയപ്പോൾ നമ്മൾ പരിചയപ്പെട്ട ആദ്യത്തെ ആളാണിതാ ഈ കാണുന്നത്. പുള്ളി നമ്മൾ കണ്ടപ്പോഴേ ജീപ്പ് ട്രക്കിങ്ങിൻ്റെ കാര്യമൊക്കെ നമ്മളോട് പറഞ്ഞു. ഒരു ഓഫ് റോഡ് മൂഡാണ്, സൂപ്പറാണെന്നൊക്കെ പറഞ്ഞു. എങ്കിൽ എന്തുകൊണ്ടൊന്ന് ട്രൈ ചെയ്തുകൂടാന്ന് ഞങ്ങൾക്ക് തോന്നി. നമ്മൾ വട്ടവട ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ ഇതേക്ക് ജീപ്പ് ട്രക്കിങ്ങിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മുടെ അടുത്തോട്ട് കൂടും. അപ്പോൾ പുള്ളി കൺവിൻസ് ചെയ്ത രീതിയൊക്കെ നല്ലതാണെന്ന് തോന്നിയോണ്ട് എന്തുകൊണ്ടൊന്ന് ട്രൈ ചെയ്തുകൂടാന്ന് തോന്നിയ ഞങ്ങൾ ജീപ്പ് ട്രക്കിങ് തന്നെ ആദ്യം തിരഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ്റെ പേരെന്ന് പറയുന്നത് അജിത്ത് എന്നാണ്. ഏട്ടൻ്റെ പേര് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ അജിത്തിൻ്റെ വണ്ടിയാണ് പുറകെ കിടക്കുന്നത്. എനിക്ക് ആ വണ്ടി കണ്ടപ്പോൾ തന്നെ ഇഷ്ടപ്പെട്ടു. ഒരു വെറൈറ്റി കളറല്ലേ. ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ജീപ്പുണ്ട്. ജീപ്പിൻ്റെ കളർ നോർമൽ ജീപ്പിൻ്റെ കളറാണ്. പക്ഷേ ഈ പച്ച പെയിൻ്റൊക്കെ അടിച്ച് ഇട്ടേക്കുന്ന കണ്ടപ്പോൾ നല്ല രസം തോന്നി. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. ഞാൻ ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിപ്പുറപ്പിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ ട്രിപ്പ് താണ്ട് സ്റ്റാർട്ട് ചെയ്യുകയായി. വട്ടവട വന്നപ്പോൾ ഞാൻ ഒട്ടും ഊഹിച്ചില്ല ഇങ്ങനെ ഒരു ജീപ്പ് ട്രക്കിങ്ങിൽ പോകുമെന്ന്. സ്ട്രോബെറി ഫാം ഉണ്ടെന്നും കാര്യങ്ങളൊക്കെ നമുക്കറിയാമായിരുന്നു. അവിടെയൊക്കെ പോയി വാങ്ങണമെന്നൊക്കെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ ഈ ജീപ്പ് ട്രക്കിങ്ങിൻ്റെ കാര്യം നമ്മൾ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട്, എങ്കിൽ ട്രൈ ചെയ്തേക്കാമെന്ന് കരുതിയത് കേട്ടോ. നോർമൽ റോഡിലൂടെ അജിത്തിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലായിരുന്നു വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഭയങ്കര എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണെന്ന് അപ്പോഴേ മനസ്സിലായി. ഈ സൈഡിലൊക്കെ പിടിച്ചിരിക്കുകയായിരുന്നു. കാരണം എപ്പോഴാണ് തിരിച്ച് വെളിയിൽ പോകുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതൊന്നും ഓഫ് റോഡല്ല, അവരുടെ നോർമൽ റോഡാണല്ലേ. കൂടെ നമ്മുടെ വണ്ടിയൊക്കെ പോകുന്ന വഴി തന്നെയാണ്. പക്ഷെ അങ്ങോട്ട് ചെന്നപ്പോഴാണ് ദൈവമേ വഴിയുടെ ലുക്ക് അങ്ങ് മാറിയത്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വീടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നെന്ന്. നല്ല രസമാണ് കേട്ടോ ഈ വീടുകൾ ഇങ്ങനെ കാണാനായിട്ട്. കാരണം ഇത് കേരളത്തിലാണ് നമ്മൾ നിൽക്കുന്നതെന്ന് തോന്നത്തില്ല. നമ്മളൊരു തമിഴ്നാട്ടിൽ നിൽക്കുകയാണെന്നേ നമുക്ക് വട്ടവടയൊക്കെ ചെല്ലുമ്പോൾ തോന്നത്തുള്ളൂ കേട്ടോ. കാരണം അവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ ഫുഡും ആൾക്കാരും ഒക്കെ ഒരു തമിഴ് ടച്ചാണ്. അതുകൊണ്ട് നമുക്കൊരു തമിഴ്നാട്ടിൽ ട്രിപ്പ് പോയ പോലെയാണ് വട്ടവട ചെല്ലുമ്പോൾ തോന്നുന്നത് കേട്ടോ. പിന്നെ ഞങ്ങൾ എന്താ ഇപ്പോൾ വണ്ടി നിർത്തിയിട്ടിരിക്കുന്നത് ചോദിച്ചാൽ അവിടെ എന്തോ ബ്ലോക്ക് ആയിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ജീപ്പ് മാത്രം പോകുന്ന റൂട്ടിൽ ആരൊക്കെയോ കാറൊക്കെ ഇറക്കിയിട്ട് വണ്ടി ഫുള്ള് ബ്ലോക്കായി കിടക്കുക എന്നാണ് പറയുന്നത് കേട്ടോ. പുള്ളിയുടെ പറച്ചിലൂടെ തന്നെ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അവിടെയൊക്കെ എന്തൊക്കെയോ ബ്ലോക്കായി കിടക്കുകയാണെന്ന്. പിന്നെ നമ്മൾ റിവേഴ്സൊക്കെ എടുത്ത് കുറേ വണ്ടിക്ക് സൈഡൊക്കെ കൊടുത്ത് കുറച്ച് നേരം കാത്തു നിന്നിട്ടാണ് നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അങ്ങോട്ട് ചെന്നപ്പോഴും കാറൊക്കെ ആൾക്കാർ തള്ളി കയറ്റതൊക്കെ കണ്ടു. എന്ന് വെച്ചാൽ പോകാൻ പാടായോണ്ടായിരിക്കും. പക്ഷേ ലെഫ്റ്റ് സൈഡിലൊക്കെ അവിടെ കാറ് കിടപ്പുണ്ട്. ഇനി അങ്ങോട്ട് പോവോ ഇല്ലയോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ. അപ്പോൾ വട്ടവട ഈ റൂട്ടിൽ കാറിലൊക്കെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. അയ്യോ അങ്ങനെ കംപ്ലീറ്റ്ലി ബ്ലോക്ക് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങിയിട്ടുണ്ട്. ദൈവമേ വണ്ടി കുലുങ്ങി അടിച്ചു പൊളിച്ചാണ് പോകുന്നത്.
അപ്പോൾ പുള്ളി പറഞ്ഞെന്താന്ന് വെച്ചാൽ ആ നാട്ടിൽ ഇന്ന് ഉത്സവമുള്ള ദിവസമായിരുന്നു, അതുകൊണ്ടാണ് അത്രയും തിരക്കും ആ ഒരു ബ്ലോക്കും ഒക്കെ വന്നതെന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നാട്ടിലെ ആൾക്കാർ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ജീപ്പ് തന്നെ, ഇതെല്ലാം ഓഫ് റോഡ് യാത്രയ്ക്ക് പോയ ജീപ്പുകളൊന്നും അല്ല, നാട്ടിലെ ജനങ്ങൾ തന്നെ എന്താണ് അവരുടെ യാത്രയ്ക്കായിട്ട് ഉപയോഗിക്കുന്നതാണ് കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഇറങ്ങി ഏട്ടൻ്റെ അടുത്ത് ബാക്കി വന്നിരുന്നു. കാരണം ഏട്ടൻ ഒറ്റയ്ക്ക് പുറകെ ഇരിക്കുന്നുണ്ട്, അപ്പോൾ എനിക്കെന്ത് വിഷമം തോന്നി, അങ്ങനെ ഞാനെനിക്ക് പുറകെ വന്നു കേട്ടോ. അല്ലാതെ ഫ്രണ്ട് ചെയ്തപ്പോൾ പേടിയായിട്ടൊന്നും അല്ലേ. അങ്ങനെ നാണ്ട റോഡിൻ്റെ ലുക്കും മട്ടും ഒക്കെ മാറിയിട്ടുണ്ട്. നേരത്തെ മൊത്തം ടാറിട്ട് നല്ല ക്ലീൻ റോഡായിരുന്നു, പക്ഷേ ഉള്ളിലോട്ട് വരും തോറും ദൈവമേ റോഡിൻ്റെ ആ ഒരു ലുക്ക് മൊത്തത്തിൽ മാറുമായിരുന്നു. അടിപൊളിയാന്നും പറഞ്ഞ് കയ്യും കാലും ഒക്കെ പൊക്കി കാണിക്കുന്നുണ്ട്, പക്ഷെ പിടിച്ചിരുന്നോണം അല്ലെ തെറിച്ച് വെളിയിൽ പോവും. അകത്തോട്ട് ചെല്ലും തോറും നമ്മൾ കേരളത്തിൽ നിന്നല്ല വേറെ ഏതോ സ്ഥലത്ത് നിൽക്കാമെന്നൊരു തോന്നലാണ് കേട്ടോ. കാരണം അത്രയ്ക്ക് ഭീകരമായ റോഡുകളും സൈഡിലാണെങ്കിൽ കൊക്ക പോലത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെയാണ്. മണ്ണൊക്കെ മൊത്തം ഇളകി കൂനയായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. എങ്ങനെ ഇവിടുത്തെ ആൾക്കാർ യാത്ര ചെയ്യുന്നതാണ് ഞാൻ ഓർത്ത് കേട്ടോ. കാരണം ഇടത്തെ സൈഡിൽ കാടാണെങ്കിൽ വലത്തെ സൈഡിൽ കൊക്ക പോലാണ്. അപ്പം എങ്ങനെ ആൾക്കാർ ട്രാവൽ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം എങ്ങനെ സുഗമമായിട്ട് നടക്കുന്നു എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ച്. വഴിയിലൊക്കെ ഇതേണൊക്കെ നാണ്ട് ആൾക്കാർ പിക്കപ്പിലൊക്കെ കയറി ഇങ്ങനെ പോകുന്ന കണ്ട്. നമ്മുടെയൊക്കെ നാട്ടിൽ ഇതൊക്കെ സാധനം എടുക്കാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ അത് യാത്ര ചെയ്യാനാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ജീവിതം ചിലപ്പോൾ സൂപ്പറായിരിക്കും. അല്ലാതെ നമ്മുടെ നാട്ടിൽ നമ്മൾ ബസ്സിലും ട്രെയിനിലും ഒക്കെ കയറി നടക്കുന്നതൊക്കെ തന്നെ ഈ ജീവിതവും സൂപ്പറായിരിക്കും അല്ലേ. കാരണം അവിടുത്തെ ക്ലൈമറ്റൊക്കെ അടിപൊളിയാണ്. പിന്നെ അജിത്ത് നമ്മൾ ഇതേണൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്നു. എന്നിട്ട് പുള്ളി ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരികയാണ്. പുള്ളി പറഞ്ഞത് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് കൊടൈക്കനാലാണെന്നാണ് കേട്ടോ. അപ്പോൾ പക്ഷേ നമുക്ക് ഇതേണക്ക് ടൂറിസ്റ്റുകൾക്ക് ഡയറക്റ്റ് നടന്നങ്ങ് കയറാനൊന്നും പറ്റില്ല. നമ്മൾ കറങ്ങി തന്നെ പോകണം. ഇതാ നാട്ടിലുള്ളവർക്കോ എന്തോ മറ്റോ അതിലെ കൂടെ പോകാൻ പറ്റൂ. പിന്നെ അതുപോലെ തന്നെയും ഭയങ്കര റിസ്കി റോഡൊക്കെ ആണെന്നാണ് പറഞ്ഞത്. കാരണം അവിടെയൊക്കെ വെച്ച് എന്തെങ്കിലും ആക്സിഡൻറ്റ് പറ്റുകയോ കൊക്കയിലേക്ക് വീഴുകയോ ചെയ്താൽ സെർച്ചിങ് പോലും കാണത്തില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. അവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പോയത് കേട്ടോ. നല്ല ക്ലൈമറ്റ് ആണ്, അതുകൊണ്ട് നല്ലപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ വട്ടവട വരുന്നവരുണ്ടെങ്കിൽ ജീപ്പ് ട്രക്കിങ്ങിനൊക്കെ പോകുന്നൊരു തെറ്റൊന്നും ഇല്ല കേട്ടോ. നല്ല രസമാണ്. ഒരു വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ റോഡ് മുഖേന പോകുന്നതിനേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ പക്ഷേ അകത്തോട്ട് ചെല്ലുമ്പോൾ ആൾക്കാരൊക്കെ നല്ല കുറവാണ് കേട്ടോ. കാട്ടിലൂടെ നമ്മൾ പോകുന്നതൊക്കെ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ നമ്മുടെ പുറകിൽ ടൂറിസ്റ്റൊക്കെ വേറെ ജീപ്പിൽ വരുന്നത് കണ്ടപ്പോൾ ഒരു സമാധാനമൊക്കെ തോന്നി. ആളനൊക്കെ ഉണ്ടല്ലോ എന്നൊരു തോന്നലായിരുന്നു കേട്ടോ. പിന്നെ അജിത്തിൻ്റെ ജീപ്പ് നമ്മളെ നേരെ കൊണ്ട് നിർത്തിയത് ഈ ഒരു വ്യൂ പോയിന്റിലായിരുന്നു. അതും ഇതിനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പുള്ളി ഇവിടുത്തെ കുറേ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഒരുപാട് ജീപ്പൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ടൂറിസ്റ്റൊക്കെ വന്നവരുടെയാണ്. പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് യാത്ര തുടർന്നത് കേട്ടോ. നല്ല രസമാണ്, നല്ല തണുപ്പാണ്, നല്ല കാറ്റാണ്, എല്ലാം കൊണ്ടും പൊളിയായിരുന്നു കേട്ടോ. അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര തുടർന്നു. ഇനി ഞങ്ങൾ നേരെ പോകുന്നത് സ്ട്രോബെറി ഫാമിലോട്ടാണ് കേട്ടോ. ഞാൻ ഇതുവരെ ഒരു സ്ട്രോബെറി ഫാം നേരിട്ട് കണ്ടിട്ടില്ല, വീഡിയോസിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എങ്ങനെ ഇരിക്കും ഇതെന്നുള്ളത്. അതുപോലെ തന്നെ അജിത്ത് പറഞ്ഞത് 5 ഏക്കർ സ്ട്രോബെറി ഫാം ആണെന്നാണ്. അപ്പോൾ കണ്ണെത്താ ദൂരത്ത് കിടക്കുന്ന സ്ട്രോബെറി തോട്ടങ്ങൾ കാണാനാണ് ഇനി ഞങ്ങൾ നേരെ പോകുന്നത്.
നാളെ നമ്മൾ അങ്ങനെ സ്ട്രോബെറി ഫാമിൽ എത്തിയിട്ടുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, കാരണം ആദ്യമായിട്ടാണ് ഞാനിവിടെ ചെല്ലുന്നത്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ. കാരണം വട്ടവട വരുന്നവരാരും അങ്ങനെ സ്ട്രോബെറി ഫാമിൽ കയറാതെ പോകുമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. വട്ടവട ഈ ഒരു സ്ട്രോബെറി ഫാമിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയണേ കമൻറ്റിലൊക്കെ. അപ്പം ഞാനും ഏട്ടനോട് താണ്ട് പോവുകയാണ്. ശ്രുതി മുകേഷനൊക്കെ ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ താണ്ട് കൈ നിറയെ സ്ട്രോബെറി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോടാണ് തരുമോ എന്നൊക്കെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ മാന്യത കാരണം ചോദിച്ചില്ല. പിന്നെ അതുപോലെ തന്നെ അങ്ങോട്ട് കടക്കുന്ന ഒരു പാലം, അത് അടിപൊളിയാണ്. നമ്മുടെ മൺട്രോ തുരുത്തുകാർക്ക് ഇതൊക്കെ സുപരിചിതമാണ്, ഇതേക്കുള്ള തടിപ്പാലങ്ങളും തെങ്ങിൻ പാലങ്ങളും ഒക്കെ. പക്ഷേ കുറേ നാൾക്ക് ശേഷം കയറിയപ്പം രസമുണ്ടായിരുന്നു. അങ്ങനെ ഏട്ടോട് പറഞ്ഞു ഞാനതിൽ കയറി നടക്കും, ഏട്ട വീഡിയോ എടുക്കുന്നതൊക്കെ പറഞ്ഞു. അങ്ങനെ നമ്മൾ ദാണ്ടെ സ്ട്രോബെറി ഫാമിലേക്ക് കാല് കുത്തിയിരിക്കുകയാണ്. അത് കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളി ഗൈസ്. കാരണം എന്താണ്, നല്ല കിഡിലൻ ഫ്രഷ് സ്ട്രോബെറീസ് ഒക്കെ അടിപൊളിയായിട്ട് വിളഞ്ഞ് കിടപ്പുണ്ട്. ഒരുപാട് സ്ട്രോബെറീസ്. വട്ടവട നിനക്ക് സ്ട്രോബെറി ഫാമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ സ്ട്രോബെറി ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങാം കേട്ടോ. ഇപ്പോൾ നല്ലതാണോ ചീത്തയാണോ പുളിപ്പാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങാം. അങ്ങനെ ഞാൻ ആദ്യമായിട്ടൊരു ഫ്രഷ് സ്ട്രോബെറി ഒരു ഫാമിൽ നിന്ന് പറിച്ചത് കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഒരു വാവ് ഒന്നും തോന്നിയില്ല. കാരണം സാധാരണ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങി കഴിക്കുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ് തോന്നിയത്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഗുമ്മം തോന്നിയില്ല, പക്ഷേ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. ആ തണുപ്പത്ത് നിന്ന് ഇത് കണക്കൊരു സ്ട്രോബെറി തോട്ടത്തിന് നടുക്കുന്നൊരു സ്ട്രോബെറിയൊക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്ട്രോബെറിയൊക്കെ ടേസ്റ്റ് ചെയ്ത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വാങ്ങാനായിട്ട് ആ തോട്ടത്തിൻ്റെ നടുക്ക് തന്നെ ഒരു കടയുണ്ട്. അജിത്ത് അവിടെ പോയി നിൽക്കുകയാണ് കേട്ടോ. നമുക്ക് ഡിസ്കൗണ്ട് മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞ്, ഡിസ്കൗണ്ടിലല്ല മേടിച്ച് തരാമെന്ന് പറഞ്ഞ് എളുപ്പം, കാരണം അത്രയും ആളും തിരക്കൊക്കെ അല്ലേ. താണ്ടൊരു ചേച്ചി നിറച്ച് സ്ട്രോബെറിയൊക്കെ ആയിട്ട് തലയിൽ വെച്ചുകൊണ്ട് വരുന്നു. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ എല്ലാവരും ഒരേ കണക്ക് അവിടെ ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല ഫ്രഷ് സ്ട്രോബെറീസ് ഒക്കെ വാങ്ങണം എന്നുള്ളവർക്ക് വട്ടവടയൊക്കെ വന്ന് മേടിച്ചുകൊണ്ട് പോകാം. അടിപൊളിയാണ് കേട്ടോ. നേരത്തെ വണ്ടി ഇരുന്നപ്പോൾ അജിത്ത് പറഞ്ഞിട്ടില്ലായിരുന്നു അവരുടെ നാട്ടിലെന്തോ ഉത്സവവും കാര്യങ്ങളൊക്കെയാണ്, നല്ല തിരക്കുണ്ടെന്നൊക്കെ. ആ ഒരു ഉത്സവത്തിൻ്റെയൊക്കെയാന്ന് തോന്നുന്നു നല്ലപോലെ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. ഇതിനേത് കോപ്പിറൈറ്റ് ആണോ വരാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സ്ട്രോബെറി തോട്ടത്തിന് അകത്ത് കയറാനൊന്നും പറ്റത്തില്ല കേട്ടോ. ഇതെനിക്ക് പുറത്ത് വന്ന് വീഡിയോ ഒക്കെ എടുത്ത് കാഴ്ചകളൊക്കെ കണ്ടു പോകാമെന്നല്ലാതെ നമുക്കിതിൻ്റെ അകത്തോട്ട് കയറാനോ അതിൻ്റെ തൊടാനോ ഒന്നും പറ്റത്തില്ല കേട്ടോ. പക്ഷേ എനിക്ക് നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്തത് ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന്. നടക്കുമെന്ന് നോക്കാം. തണുപ്പാണ്. എങ്ങനെങ്കിലും സ്ട്രോബെറി എടുക്കുന്നൊരു ഫോട്ടോ എടുക്കണം. ഞാൻ അതാണ് ഇങ്ങനെ നോക്കൊണ്ട് നടക്കുന്നത്. അതിമോഹമാണ് മോനെ ദിനേശ, വെറും അതിമോഹം. സ്ട്രോബെറി തൊട്ടുകൊണ്ട് ഫോട്ടോ എടുക്കുക എന്നുള്ളത് ഒരു അതിമോഹം മാത്രമാണ്. അതവിടെ നടക്കത്തില്ല കേട്ടോ. കാരണം ഇത് കണക്ക് ഇങ്ങനെ ഫോട്ടോ എടുക്കാമെന്നൊക്കെ പറഞ്ഞ് അകത്ത് ആൾക്കാർ കയറിയിട്ട് ഇങ്ങനെ പഴുത്ത സ്ട്രോബെറീസ് കാണുമ്പോൾ ഒന്ന് പിച്ചാൻ തോന്നിയില്ലെങ്കിൽ അതൊരു തെറ്റല്ലേ. അതുകൊണ്ടാണ് അവരിതെല്ലാം നെറ്റിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നമുക്കുള്ള സ്ട്രോബെറി ആയിട്ട് താണ്ട് അജിത്ത് വന്നിട്ടുണ്ട്. പുള്ളിക്ക് അറിയാവുന്ന ആൾക്കാരൊക്കെ ആയിരിക്കുമല്ലോ ചിലപ്പോൾ അവിടെ സ്റ്റോറൊക്കെ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് മേടിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പറഞ്ഞ പോലെ തന്നെ കുറച്ച് പോലും ലേറ്റ് ആക്കാതെ ഞങ്ങളുടെ സ്ട്രോബെറീസ് ഞങ്ങളുടെ കൈകളിൽ എത്തിച്ച് കേട്ടോ. ഞങ്ങൾ മൊത്തത്തിൽ 3 പാക്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കും ഏട്ടനും ഒക്കെ വീട്ടിൽ കൊണ്ടുവരാനായിട്ട് ഒരെണ്ണവും, അതുപോലെ തന്നെ ശ്രുതി മുകേഷനും 2 എണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു. നിങ്ങളിത് വാങ്ങിയിട്ട് ഇന്ന് തന്നെ വീട്ടിൽ പോവുകയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ വാങ്ങിക്കുന്ന ദിവസം തന്നെ നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാമെന്നുണ്ടെങ്കിൽ ചീത്തയാവില്ല. പക്ഷെ നിങ്ങളിത് മേടിച്ചുകൊണ്ട് വന്നു പിറ്റേ ദിവസം അവിടെ 3 നാൾ നിൽക്കുകയാണെങ്കിൽ അത് ചീത്തയാവും കേട്ടോ. അതുകൊണ്ട് ശ്രദ്ധിച്ചോണേ. എന്നോടെ കൊണ്ടുപോവാ മനുഷ്യ. അങ്ങനെ ഞാൻ കഴിക്കാനായിട്ടൊരു സ്ട്രോബെറി ഏട്ടനെ ഇത് വാങ്ങിയപ്പോൾ ഏട്ടൻ പറഞ്ഞ് സ്ട്രോബെറി പിടിച്ചുകൊണ്ട് നിൽക്കുന്നേ, കഴിക്കുന്നേ, ഫോട്ടോസൊക്കെ എടുത്തു തരണമെന്ന് ചോദിച്ച പാട് ഞാൻ പറഞ്ഞു വേണമെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇതൊക്കെ സ്ട്രോബെറി കിട്ടുന്നതിന് മുന്നേ എടുത്തയാ. അങ്ങനെ സ്ട്രോബെറി കിട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏട്ടൻ കുറേ ഫോട്ടോസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെയാണ് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. നല്ല ഫോട്ടോസ് അല്ലേ, അടിപൊളിയല്ലേ, ക്യൂട്ടല്ലേ. അങ്ങനെ അവിടെ
നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. നല്ല രസമാണ് കേട്ടോ. കാരണം 1-2 ഏക്കറല്ല 5 ഏക്കർ സ്ട്രോബെറി തോട്ടമാണ് വിരിഞ്ഞ് കിടക്കുന്നത്. നമുക്ക് ഇങ്ങേരുന്ന് അങ്ങേരുന്ന് കാണാൻ പോലും പറ്റത്തില്ല. നല്ല ഭംഗിയുമാണ്, നല്ല ക്ലൈമറ്റുമാണ്. അപ്പോൾ ആ തണുപ്പത്തൊക്കെ നിന്ന് ഇങ്ങനെ സ്ട്രോബെറി കഴിച്ച് നിൽക്കാനും നടക്കാനൊക്കെ നല്ല രസമാണ്. അപ്പോൾ വട്ടവട വരുന്നവർ ഉറപ്പായിട്ടും ജീപ്പ് ട്രക്കിങ്ങിനും അതുപോലെ തന്നെ സ്ട്രോബെറി തോട്ടത്തിലും വരാൻ മറക്കരുത്. വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ഫ്രഷ് സ്ട്രോബെറി ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം. അതുകൊണ്ട് എല്ലാവരും വരിക, എൻജോയ് ചെയ്യുക. അങ്ങനെ നമ്മൾ കൈനിറയെ സ്ട്രോബെറി ഒക്കെ ആയിട്ട് നമ്മുടെ വട്ടവടയുള്ള സ്ട്രോബെറി ഫാമിന് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുന്ന് പോവുകയാണ് കേട്ടോ. വണ്ടി അങ്ങോട്ട് എടുത്ത പുറകിൽ എനിക്ക് ഈ സ്ട്രോബെറി കഴിക്കാഞ്ഞിട്ട് ഒരു സമാധാനം ഇല്ലായിരുന്നു. പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങില്ല എന്ന് പറയുന്ന കണക്ക് വണ്ടി കുലുങ്ങിയാലും ഞാൻ അടങ്ങില്ല ഗൈസ്. ഞാൻ അതിൽ നിന്നൊരു പഴുത്ത സ്ട്രോബെറി നോക്കി തപ്പി പിടിച്ചെടുത്തൊക്കെ കഴിപ്പ് തുടങ്ങി. പിന്നെ ഞാൻ കഴിക്കുമ്പോൾ ഏട്ടൻ നോക്കൊണ്ടിരിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാൻ ഏട്ടന് ഒരു വാക്ക് കൊടുത്തു കേട്ടോ. അങ്ങനെ നല്ല ഫ്രഷ് സ്ട്രോബെറി ഒക്കെ കഴിച്ചുകൊണ്ട് നമ്മൾ താണ്ട് അവിടുത്തെ പോവാണ്. അപ്പം എനിക്കൊരു ചിന്ത വന്നു, ഇവിടെയൊക്കെ വസ്തുവിന് എങ്ങനെയാ വില? നല്ല സ്ഥലമല്ലേ, അതൊക്കെ ഒന്ന് തിരക്കാന്ന് കരുതി. പുറത്തുനിന്ന് ആൾക്കാർക്ക് ഒന്ന് സ്ഥലം മേടിക്കാൻ പറ്റുമോ? സെന്റിനൊക്കെ എങ്ങനെയാ വില? 30,000 40,000. ആർക്കെങ്കിലും വട്ടവടയിൽ സ്ഥലം മേടിക്കണമെന്നുണ്ടെങ്കിൽ ഏക്കറാണെങ്കിൽ കൊക്ക വട്ടവട വന്നു കഴിഞ്ഞ് അവിടുത്തെ ആ സ്ട്രോബെറി ഫാമും ക്ലൈമറ്റും ഒക്കെ ആസ്വദിച്ച് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് വസ്തുവൊക്കെ മേടിക്കണമെന്ന് ആർക്കെങ്കിലും തോന്നുകയാണെങ്കിൽ ചെന്ന് പണിയിലൊന്നും വീഴരുത്. കറക്റ്റ് പട്ടയമൊക്കെ നോക്കിയിട്ട് വേണം വാങ്ങാൻ കേട്ടോ. കാരണം നല്ല ടൂറിസ്റ്റ് സ്ഥലമാണ് അവിടെ കേട്ടോ. പിന്നെ നമ്മൾ ജീപ്പ് ട്രക്കിങ് അവസാനിക്കാറായി. അങ്ങനെ പോകുന്ന വഴി താണ്ട് ഐ ലവ് വട്ടവട എന്ന് എഴുതിയ കുറെ ഫോട്ടോ പോയിന്റുകൾ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുക്കാന്ന് കരുതി ഞങ്ങൾ അവിടെ ഇറങ്ങി. 1-2 പോയിന്റുകൾ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഇവിടെ എന്തോ ഒരു ഹണി പാർക്കോ എന്തോ ഒരു ഹണിയുടെ എന്തോ ഷോപ്പായിരുന്നു തോന്നുന്നു. ഹണി ബീയുടെ പടമൊക്കെ കണ്ടില്ലേ. അപ്പൊ അവിടെ നിന്ന് കുറെ ഫോട്ടോസ് എടുത്തു. ഇതായിരുന്നു എൻ്റെ ഫേവറേറ്റ് ഫോട്ടോ. ഞാനിവിടെ ആദ്യമായിട്ട് വരല്ലേ, അപ്പൊ എന്നെ ഇവിടെ കൊണ്ടുവന്ന ക്രെഡിറ്റ് ചേട്ടനല്ലേ, അപ്പൊ ഏട്ടൊരു താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ വട്ടവട വിട്ടതാണ്ട് പോവുകയാണ്. അജിത്തിന്റെ കോൺടാക്ട് ചെയ്യാനുള്ള കാർഡും കാര്യങ്ങളൊക്കെ തന്നു. ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ കൊടുക്കണേന്ന് പറഞ്ഞു. അത് ഞാനിവിടെ കാണിച്ചേക്കാം. വട്ടവട വന്നിട്ട് ആർക്കെങ്കിലും ജീപ്പ് ട്രക്കിങ്ങിന് പോകണമെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ആദ്യമേ അജിത് കുമാർ എന്ന പേരുണ്ടല്ലേ, ഏട്ടന്റെ പേര് അജിത് കുമാർ എന്നല്ലേ, ഇനി അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അങ്ങനെ അജിത്ത് പോയെന്ന് നിങ്ങൾ കരുതണ്ട. കാരണം നമ്മൾ താണ്ട കാറ് പാർക്ക് ചെയ്യുന്നിടത്ത് ഫ്രണ്ടിൽ കൊണ്ടുവന്ന് വേറൊരു കാറ് പാർക്ക് ചെയ്തിട്ടോ. അങ്ങനെ ഭയങ്കര പാടായിരുന്നു അത് തിരിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അടുത്ത് പാർക്ക് ചെയ്തേക്കുന്ന വണ്ടിയുടെ കാര്യമോടെ നോക്കുക. നമ്മൾ ആ ഒരു റൈറ്റ് സൈഡിൽ കാണുന്ന 2 വെള്ള വണ്ടിയുടെ നടുക്കായിരുന്നു പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ കൊണ്ടുവന്നൊരു കാറ് പാർക്ക് ചെയ്തു. അങ്ങനെ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പിന്നെ അഭ്യാസങ്ങളൊക്കെ കാണിച്ച് അവിടുന്ന് ഇവിടുന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുത്ത് മുകേഷനും കാർ തള്ളി നീക്കാൻ പറ്റുന്നതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും നടപ്പല്ലായിരുന്നു. അങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാർ പറഞ്ഞും കൊടുത്ത് ഏട്ടതാണ് വണ്ടി ഇറക്കിയെടുത്ത്. എന്തായാലും അത് പറ്റിയത് ഭാഗ്യമല്ലേ. പിന്നെ അവർ വരുന്നവരെ നമ്മൾ കാത്തു നിൽക്കണ്ടേ. ഏകദേശം 2-2.5 മണിക്കൂറാണ് ട്രക്കിങ്ങിന് പറയുന്നത്. അപ്പോൾ അത്രയും സമയം കഴിഞ്ഞ് വരുന്നവരെ നമ്മളവിടെ കാത്തു നിൽക്കാന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ അല്ല. അപ്പോൾ എല്ലാവരും പാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. പോയ വഴികളും കണ്ട കാഴ്ചകളും ഒക്കെ നല്ലതായോണ്ടാന്ന് തോന്നുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാഞ്ഞിട്ട് ഞങ്ങൾക്ക് വിശപ്പൊന്നും തോന്നിയില്ല കേട്ടോ. അങ്ങനെ തിരിച്ചു വന്നപ്പോൾ ഇങ്ങനൊരു മലയാളി റെസ്റ്റോറൻറ്റ് കണ്ടു. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ഫുഡ് കഴിക്കാമെന്ന് കരുതി. ഇവിടെയൊക്കെ വരുമ്പോൾ മലയാളി റെസ്റ്റോറൻറ്റ് കാണുന്നത് തന്നെ വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ വീഡിയോയിൽ. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണാം.